ശബരിമലക്ക് പോകുന്നു എത്രയോ ആൾക്കാര്. വ്രതമെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. ഗുരുസ്വാമിമാർ എങ്ങനെയാകണമെന്ന് ഗുരുസ്വാമിമാർക്ക് അറിയില്ല. ഇന്ന് ഈ ശബരിമലയിൽ നടക്കുന്ന എല്ലാ അബദ്ധങ്ങൾക്കും പിന്നിലും ഒരു വിഭാഗം ഗുരുസ്വാമിമാരുടെ അറിവില്ലായ്മയാണ്. ഗുരുസ്വാമിമാർ ഒന്നിച്ചു വരുന്ന സ്വാമിമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. 41 ദിവസമെങ്കിലും ചുരുങ്ങിയത് വ്രതമെടുക്കണമെന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ഗുരുസ്വാമിമാരാണ്. ഗുരുസ്വാമിമാര് വ്രതം എടുക്കുന്നില്ല, പലരും പറഞ്ഞു കൊടുക്കുന്നില്ല. ശരണം വിളിക്കാൻ പോലും അറിയില്ല പല ഗുരുസ്വാമിമാർക്കും. മാലയിട്ട് വ്രതമെടുക്കുന്ന ആൾക്കാര് പുളിച്ച തൈര്, വിനാഗിരി ചേർത്ത അച്ചാറ്, ഉള്ളി നിറ സവോള, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇങ്ങനെയുള്ള ഉള്ളികളൊന്നും, മുരിങ്ങവാള്, വഴുതിന, കോവക്ക ഇത്യാദി വസ്തുക്കൾ കഴിക്കാൻ പാടില്ല എന്നുണ്ട്. എന്തിനാ അറിയോ? ആരോടൊന്ന് ചോദിച്ചാൽ മലയാളത്തിൽ ഒന്നാമത്തെ അക്ഷരം പറയും. എന്താ? അറിയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ കൃത്യമായ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കണം. ഗുരുസ്വാമിമാർ ചിന്തിക്കേണ്ടതാണ്, എന്റെ ഒന്നിച്ചു വരുന്ന ആൾക്കാർ കൃത്യമായ വ്രതം ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല. മാലയിട്ട് കൊടുത്താൽ ചെയ്യേണ്ട ചടങ്ങുകളുണ്ട്, കെട്ട് നിറക്കുമ്പോൾ ചെയ്യേണ്ട ചടങ്ങുകളുണ്ട്. വഴിയോരങ്ങളിലെല്ലാം നമ്മൾ വീട്ടിൽ നിന്നും, ഞാൻ 37 വർഷം ശബരിമലക്ക് പോയതാ. അതിൽ 20 വർഷവും കണ്ണൂരിലുള്ള തളിപ്പറമ്പിൽ നിന്നും കാൽനടയായിട്ട് ശബരിമലക്ക് പോയതാ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ശബരിമലക്ക് പോകുമ്പോൾ എരിമേലി മുതൽ സന്നിധാനം വരെയുള്ള പല ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ എന്തിനാ ചെയ്യുന്നതെന്ന് ഒരാൾക്കും അറിയില്ല, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഒരാൾക്കും അറിയില്ല. രുദ്രക്കുളം എവിടെയാണെന്ന് ചോദിച്ചാൽ എത്ര സ്വാമിമാർക്ക് അറിയാം? ഇവിടെ കുറെ ആൾക്കാർ ശബരിമലക്ക് പോയിട്ടില്ലേ? രുദ്രക്കുളം കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും കണ്ടാലുണ്ടോ? കണ്ടിട്ടുണ്ടോ? കേട്ട തന്നെ ഇപ്പഴാ, പിന്നില്ല കാണല്. രുദ്രക്കുളം കണ്ടിട്ടില്ല. എന്താ സംശയം വന്ന്? ഭസ്മക്കുളല്ല കേട്ടോ, അഴുതയല്ല, അഴുത നദിയാണ്. ഇത് കുളമാണ്, കുളാക്കല്ല, കുളമാണ്. മനസ്സിലായില്ലേ? രുദ്രക്കുളം, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിന് പിന്നൊരു ഐതിഹ്യമുണ്ട്. എന്തിനേറെ, ശബരിമലക്ക് പോകുന്ന ഭക്തന്മാർക്ക് അവിടെ കാണാനും പഠിക്കാനുമായിട്ട് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. എന്നാൽ ശബരിമലക്ക് പോകുന്നത് വിവേകാനന്ദക്ക് ബുക്ക് ചെയ്തിട്ട് പോകുന്നു, ഗുരു ട്രാവൽസിന് ബുക്ക് ചെയ്തിട്ട് പോകുന്നു. ഇന്ന് മാനിട്ടാൾ നാളെ തന്നെ ശബരിമലക്ക് പോകുന്നു. അവിടെയുള്ള 18ാം പടിക്കെത്തുമ്പോൾ ഇടതുവശത്തും വലതുവശത്തും ഓരോ ശ്രീകോവിലുണ്ട്. ആരാ? അറിയില്ല. ഇതെല്ലാം പറയാനല്ല നിങ്ങളെ കൊണ്ടതിന്, പിന്നെ ഇത് നമ്മളോട് ചോദിക്കുന്നു അല്ലേ? ചിന്തിക്കേണ്ടതാണ്. ഒരു 100-110 വർഷം മുമ്പ് വരെ 18ാം പടിയുടെ മുകളിൽ മാളികപ്പുറത്തുണ്ടായിരുന്നതാണ് വാപുരസ്വാമി. ആ വാപുരസ്വാമി എങ്ങനെയാണ് 18ാം പടിക്ക് താഴെ 50 മീറ്റർ മാറി ഇരിക്കാൻ കാരണമായത് അറിയോ? ഇല്ല. നമ്മൾക്കറിയുന്ന വാപുരൻ ഏതാ? പത്തനംതിട്ടയിൽ ഏതാ? അയ്യപ്പസ്വാമിയോട് പടവട്ടാൻ വേണ്ടിയിട്ട് അറേബ്യന് വന്ന ഒരു മലഞ്ചരക്ക് വ്യാപാരിയുടെ കൊള്ളക്കാരെന്നൊക്കെ പറയുന്നത് അതല്ലേ നമുക്കറിയുന്നത്. നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തരാത്തത് കൊണ്ട്, മനസ്സിലാക്കാത്തത് കൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾ പറ്റിയിട്ടുണ്ട്. തിരുത്തണം. തിരുത്തേണ്ടത് തിരുത്തുക തന്നെ വേണം. ഇന്ന് ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. ശബരിമല അയ്യപ്പ സേവാ സംഘത്തിന്റെ അവരുടെ ഒരു ഗ്രൂപ്പാണ്, അതിൽ ഞാനുണ്ട്. അതിൽ അവര് ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചാണ് അതിൽ ചർച്ച വന്നത്. അദ്ദേഹം അത് കേട്ട് കാണില്ല. പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു അയ്യപ്പ ശരണം എന്നൊക്കെ പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു പോലും 2 വർഷം മുന്നേ. ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടായിരുന്നുണ്ട് അല്ലെ? അങ്ങനെ ഉണ്ടായിരുന്നു പറയുന്നു. അതിന്റെ സംവിധായകൻ വിജി തമ്പി സാറാണെന്നാ പറഞ്ഞത്. അതില് വാവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം അദ്ദേഹം വാപുരൻ എന്ന് പറയുന്നത് വിരോധാഭാസമല്ലേ? അപ്പോൾ അന്ന് പറഞ്ഞതിനാണ് ക്ഷമാപണം നടത്തണ്ടേ എന്നാണ് അവിടെ ആ ചർച്ചയിൽ വന്നത്. ഈ ചർച്ചയുടെ ഈ ഭാഗം ആരോ ഈ പറയുന്ന വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അതിന് കൊടുത്ത മറുപടി അതിന് തൊട്ട് താഴെ ഇട്ടു.
ഈ വിജിത്തമ്പി സാറ് പറഞ്ഞതിന്റെ ആ മറുപടി തൊട്ട് താഴെ ഇട്ടു. എന്താണെന്നറിയോ? ആ സീരിയൽ എടുത്തത് ഞാനല്ല. രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാല്, അന്ന് ആരെങ്കിലും ഒരാൾ അങ്ങനെ പറഞ്ഞു തിരിക്കട്ടെ, അന്ന് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു. പക്ഷേ അറിവുണ്ടാകുമ്പോഴെന്ത് വേണം? നമ്മള് തിരുത്തണം. ഞാൻ ശബരിമലക്ക് പോകുന്ന അവസരത്തിൽ എന്റെ ഒന്നിച്ച് എല്ലാ വർഷവും വരുന്ന സ്വാമിമാർക്ക് കൃത്യമായിട്ട് മാലയിടുന്നതിന് മുമ്പും അതിനുശേഷം തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയുള്ള എല്ലാ ചടങ്ങുകളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് വരാറ്. പണ്ട് കാലങ്ങളിൽ 108 ദിവസമാണ് വ്രതം എടുക്കാറ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് 52 ദിവസം. ശബരിമല എന്ന് പറയുന്ന ക്ഷേത്ര സങ്കേതം തകർക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 300 വർഷക്കാലത്തോളമായി വൻ അജണ്ട തയ്യാറാക്കി ഒരു വിഭാഗം ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്.